ഉള്ള പൗച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. ചെറിയൊരു കഷ്ണം തുണി മതി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മുടെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന തുണി ഉപയോഗിച്ച് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നീളം 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഇതേ അളവിലുള്ള ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുക്കണം. ക്യാൻവാസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ക്യാൻവാസിന് 2 സൈഡുണ്ട്. ഇതുപോലെ നോർമലായിട്ടുള്ളതും ഇതുപോലെ ഒരു തിളക്കമുള്ളൊരു സൈഡുമാണ്. ഈ തിളക്കമുള്ള സൈഡിൽ ഈ തുണിയുടെ ചീത്ത വശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇത് ഫിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ തുണി ക്യാൻവാസിൽ നല്ലതുപോലെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ സിബ് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് നീളത്തിലുള്ള സിബാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഈ തുണിയുടെ നല്ല വശത്ത് ഈ സിബിൻ്റെ ഈ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ സിബിൻ്റെ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി സിബിൻ്റെ മറ്റേ ഭാഗവും ഇതുപോലെ തുണിയുമായി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സിബ് ഇതുപോലെ തുണിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സിബ് കറക്റ്റ് സെൻറ്ററിലാക്കി ഇതുപോലെ ഒന്ന് വെക്കണം. രണ്ട് സൈഡിൽ നിന്നും കറക്റ്റ് 2.5 ഇഞ്ചാണുള്ളത്. ഇനി ഇതിൻ്റെ ഈ 2 സൈഡും ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ചും ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊരു സ്ക്വയറാക്കി വരച്ചെടുക്കണം. ഇതുപോലെ 4 സൈഡിലും നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ 4 സൈഡിലും സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 4 സ്ക്വയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തേക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പൗച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും ആയാൽ പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് പെൻസില് പെന്നൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.